മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തില് അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം.എ. യൂസഫലി. അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കും പരുക്കേറ്റവർക്കും അടിയന്തര സാമ്പത്തിക സഹായം അദ്ദേഹം പ്രഖ്യാപിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 1 ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവുമാണ് ധനസഹായം നൽകുക. തൃശൂർ ജില്ലാ കളക്ടർ മുഖേനയാണ് ഈ തുക കൈമാറുന്നത്. അപ്രതീക്ഷിതമായി ഉണ്ടായ ദുരന്തത്തിൽ താൻ ഏറെ മനോവിഷമത്തിലാണെന്നും അപകടത്തിൽ ഉറ്റവരെ നഷ്ടപ്പെട്ട കുടുംബങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു. പരുക്കേറ്റവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെയെന്നും അദ്ദേഹം പ്രാർത്ഥിച്ചു. സാമൂഹിക മാധ്യമമായ എക്സിലൂടെയാണ് അദ്ദേഹം തന്റെ അനുശോചനവും സഹായവാഗ്ദാനവും അറിയിച്ചത്. കേരളത്തിലെയും പ്രവാസലോകത്തെയും ദുരിതബാധിതർക്ക് താങ്ങായി എപ്പോഴും മുന്നിലുണ്ടാകാറുള്ള യൂസഫലിയുടെ ഈ ഇടപെടൽ അപകടത്തിന്റെ ആഘാതത്തിൽ കഴിയുന്ന കുടുംബങ്ങൾക്ക് വലിയ ആശ്വാസമാകും. കഴിഞ്ഞ ദിവസം ചേർന്ന സംസ്ഥാന മന്ത്രിസഭാ യോഗം മുണ്ടത്തിക്കോട് അപകടത്തെ സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ചു. അപകടത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് സംഭവത്തിൽ സമഗ്രമായ അന്വേഷണത്തിന് ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചിട്ടുണ്ട്. റിട്ട ജസ്റ്റിസ് സി.എൻ. രാമചന്ദ്രൻ നായരാണ് സ്ഫോടനം സംബന്ധിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തുക. സ്ഫോടനത്തിന്റെ കാരണങ്ങളും സുരക്ഷാ വീഴ്ചകളും കമ്മീഷൻ പരിശോധിക്കും. പരിക്കേറ്റവരുടെ 6 മാസത്തെ ചികിത്സാ ചെലവ് പൂർണ്ണമായും സർക്കാർ വഹിക്കും. വിദഗ്ധ ചികിത്സ ആവശ്യമുള്ളവർക്ക് മെഡിക്കൽ ബോർഡിന്റെ ശുപാർശയോടെ സ്വകാര്യ ആശുപത്രികളിലും സൗജന്യ ചികിത്സ ലഭ്യമാക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന മജിസ്റ്റീരിയൽ അന്വേഷണത്തിന് പകരമാണ് ഇപ്പോൾ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ സ്ഫോടനം നടന്ന സ്ഥലത്ത് പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ് സേഫ്റ്റി ഓർഗനൈസേഷൻ, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് എന്നിവർ വിശദമായ പരിശോധന നടത്തി. സ്ഫോടനത്തിൽ തകർന്ന കെട്ടിടങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ച വീടുകൾക്കും സർക്കാർ നഷ്ടപരിഹാരം നൽകും. പ്രദേശത്തെ നാശനഷ്ടങ്ങൾ കണക്കാക്കാൻ റവന്യൂ വകുപ്പിനെ ചുമതലപ്പെടുത്തി. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി 50 ലക്ഷം രൂപ അനുവദിച്ചു. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത്തവണത്തെ തൃശൂർ പൂരം നടത്തുന്ന കാര്യത്തിൽ സർക്കാർ നാളെ അന്തിമ തീരുമാനമെടുക്കും. ഹൈക്കോടതിയുടെ അനുമതിയോടെ മന്ത്രിമാരും ദേവസ്വം പ്രതിനിധികളും പങ്കെടുക്കുന്ന ഉന്നതതല യോഗം നാളെ ചേരും. ആചാരങ്ങളും സുരക്ഷയും ഒരുപോലെ പരിഗണിച്ച് എല്ലാവരുമായും ആലോചിച്ച ശേഷമേ തീരുമാനമെടുക്കൂ എന്ന് മന്ത്രിമാരായ കെ. രാജൻ, വി.എൻ. വാസവൻ എന്നിവർ അറിയിച്ചു. കേരളത്തെ നടുക്കിയ ഈ സ്ഫോടനത്തിൽ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് കണ്ടെത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ജുഡീഷ്യൽ അന്വേഷണത്തിനൊപ്പം തന്നെ പോലീസ് അന്വേഷണവും പുരോഗമിക്കുകയാണ്. പരിക്കേറ്റവർക്ക് ഏറ്റവും മികച്ച ചികിത്സ ഉറപ്പാക്കാൻ ആരോഗ്യവകുപ്പിന് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദുരന്തബാധിത കുടുംബങ്ങളെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടക്കുന്നു.